ഹായ് ഓൾ. അങ്ങനെ രണ്ടാമതൊരു ലിസ്റ്റ് കൂടി ഉൾപ്പെടാൻ എനിക്ക് സാധിച്ചിരിക്കുകയാണ്. റാങ്ക് ലിസ്റ്റ് വന്നില്ല, ഷോർട്ട് ലിസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഒന്നാമതായിട്ട് നിങ്ങൾക്കറിയാം, SIൻ്റെ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസുകൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമതായിട്ട് LSGയുടെ ലിസ്റ്റിലും ഉൾപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ വർഷത്തെ എൻ്റെ ഒരു PSC യാത്രയിൽ കുറേ വർഷത്തെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടുകൾ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. രണ്ട് റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ SIയുടെ റാങ്ക് ലിസ്റ്റിലാണെങ്കിലും ഇനി LSIൻ്റെ ഷോർട്ട് ലിസ്റ്റ് ആണ്. അതിന് ഇന്റർവ്യൂ ഘട്ടമുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് വരിക. കഴിഞ്ഞ കൊല്ലം ഞാൻ SIൻ്റെ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. ഈ വർഷം എനിക്ക് LSGൻ്റെ ഇന്റർവ്യൂവിന് ട്രിവാൻഡ്രത്ത് പോകാനുള്ളൊരു അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഡിഗ്രി ലെവൽ റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടെങ്കിലും നമ്മൾ ജോലിയിലേക്ക് എത്താന്നുള്ളൊരു സ്ട്രഗിൾ ഉണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് സത്യത്തിൽ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിലും ഇതെനിക്കൊരു ജോലിയിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. ഒന്നാമത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം എടുക്കാം, SI. ഈ SI റാങ്ക് ലിസ്റ്റിൽ ഞാൻ വന്നെങ്കിലും എൻ്റെ റാങ്ക് വളരെ പുറകോട്ടാണ്. ഇതെനിക്ക് ജോലി ലഭിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനുള്ള റാങ്കിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടെങ്കിലും ഞാൻ ചെയ്ത ചില മണ്ടത്തരങ്ങൾ കാരണമാണ് എനിക്കിപ്പോഴും അഡ്വൈസോ അപ്പോയിൻമെൻറ്റോ ലെറ്റർ വരാതെ ഞാൻ ഇരിക്കുന്നത്. ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമതായിട്ട് SIയുടെ മെയിൻസിൻ്റെ പ്രിപ്പയറിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും അത്ര ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, SIക്ക് പ്രിപ്പയർ ചെയ്തത്. സോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് വലിയൊരു രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, നല്ലൊരു സ്കോറിലെത്താൻ പറ്റിയിട്ടില്ല. ഒരു കൺഫ്യൂസിങ് ആയിരുന്നു, എത്തൂലോ എന്നുള്ളൊരു പകുതി മൈൻഡഡ് ആയിട്ടാണ് ഞാൻ ആ ഒരു മെയിൻസ് എഴുതിയത് പോലും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ലീവ് എടുത്ത് ഞാൻ പഠിച്ചില്ല. കാരണം അത്രയും ഒരു കോമ്പറ്റീറ്റീവ് നേച്ചറുള്ള ഒരു എക്സാം ആണിത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നിരുന്നു. മുന്നത്തെ റാങ്ക് ലിസ്റ്റുകൾ എടുത്തു നോക്കിയിട്ട് അതിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഓരോ റാങ്ക് ലിസ്റ്റിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ SIൻ്റെ റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് NCC ഉള്ളവർക്ക് 4 മാർക്ക് ഉണ്ട്. അതുപോലെ കുറേ വ്യത്യാസങ്ങൾ അതിൽ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ കോൺസ്റ്റബിളിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യത്തിൽ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണമായിരുന്നു ഞാൻ എന്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ SI പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ലീവ് എടുത്ത് പഠിച്ചില്ല. അതേപോലെ എന്താണ് ഈ രീതിയിൽ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഞാനൊരു സീരിയസ് ആയിട്ടുള്ളൊരു ആസ്പിരൻ്റ് ആയിരുന്നില്ല ആ ഘട്ടത്തിൽ. അതുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റിൽ വന്നു. എല്ലാവരോടും ചോദിക്കുമ്പോൾ എന്താണ്, റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്, പക്ഷെ ജോലി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. പഞ്ചായത്ത് സെക്രട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനും ഞാൻ ലീവ് എടുത്തു. ഓക്കെ, ലീവ് എടുത്തിട്ട് പഠിച്ചു. കാരണം SIൻ്റെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് ലീവ് എടുത്തിട്ടാണ് പഠിച്ചത്. പക്ഷേ ഇവിടെ ഞാൻ ചെയ്തൊരു മണ്ടത്തരം എന്ന് പറയുന്നത്, ഞാൻ കൂടുതൽ ചോദ്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യാൻ നിന്നില്ല. അധികം കണ്ടന്റ് എൻറിച്ച് ആക്കാനാണ് കൂടുതൽ ശ്രമിച്ചത്. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൽ വളരെ വീക്കായിരുന്നു. അധികം ടെസ്റ്റ് സീരീസുകളൊന്നും ചെയ്തില്ല. ഈ മണ്ടത്തരം കാരണം ഞാനിപ്പോൾ LSGൻ്റെ സപ്ലി ലിസ്റ്റിലാണുള്ളത്. ഓക്കെ, EWS പ്രയോറിറ്റി ഉള്ള സപ്ലി ലിസ്റ്റിലാണ് ഉൾപ്പെടാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അതിൽ എനിക്ക് എന്താ പറയുക, നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്ന ചെറിയ ചെറിയ മണ്ടത്തരങ്ങളായിരിക്കും നമ്മൾ എന്താ പറയുക മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ ജോലി സാധ്യത അധികമുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ഇത്. പക്ഷെ ആ ഒരു ചെറിയ മണ്ടത്തരം കൊണ്ട് തന്നെ എനിക്ക് സപ്ലി ലിസ്റ്റിലേ വരാൻ സാധിച്ചുള്ളൂ. ഈ ഒരു ProPSC ചാനലിലൂടെ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്യോഗാർത്ഥികളെ ഈ രീതിയിൽ കുറേ നമ്മൾ കാണുന്ന ഫ്ലവറി ആയിട്ടുള്ള കുറേ കണ്ടന്റുകളും അല്ലെങ്കിൽ എന്താ ഈ എക്സാമിനെ പറ്റിയുള്ള ഭയങ്കര ഹൈപ്പുകളും അല്ല, അതിൻ്റെ റിയാലിറ്റി, കേരള PSC എക്സാംസിൻ്റെ റിയാലിറ്റികൾ മനസ്സിലാക്കിയിട്ട് ഉദ്യോഗാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ProPSC ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു അനുഭവം 2 റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എനിക്കത് ജോലിയിലേക്ക് എത്തോ, ഒന്ന് സപ്ലി ആയിപ്പോയി, ഒന്ന് മെയിൻ ലിസ്റ്റിലാണെങ്കിലും പുറകിലാണ്. അപ്പോൾ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഞാൻ ചെയ്ത പോലത്തെ ഈ മണ്ടത്തരങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ ഇത്ര റാങ്ക് ലിസ്റ്റിൽ വന്നു, ഇതൊരു വലിയ കാര്യമായിട്ട് കാണാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല ഈ വീഡിയോയിലൂടെ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു യാഥാർത്ഥ്യങ്ങൾ, നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. നിങ്ങൾ മുൻകാല റാങ്ക് ലിസ്റ്റുകൾ എടുത്തു നോക്കിയിട്ട്, ഇതൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, ഓൺലൈനിൽ എല്ലാം അവൈലബിൾ ആണ്. കുറേ കണ്ടന്റുകൾ എൻറിച്ച് ചെയ്യാതെ നിങ്ങൾ സ്ട്രാറ്റജികൾ ഉണ്ടാക്കി പഠിക്കുക. നിങ്ങളെ റാങ്ക് എവിടെ വേണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഇപ്പോഴേ അതൊക്കെ പ്ലാൻ ചെയ്യണം. വെറുതെ ബ്ലാങ്ക് ആയിട്ട് പഠിച്ചു പോകരുത്. ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടാത്ത എന്നെ പോലുള്ള ആളുകളുടെ അനുഭവങ്ങൾ കേൾക്കുക, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക.
ഓക്കെ, എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ ഫുള്ളായിട്ട് പോവുക. അല്ലെങ്കിൽ നമുക്ക് പിന്നെയും തോൽവികൾ വരുമ്പോൾ വളരെ ലോ ആയിപ്പോൾ നമ്മൾ എല്ലാ ലിസ്റ്റിലും വന്നു, ജോലിയില്ല, ഇത്തരം സാഹചര്യങ്ങൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പം ഞാനും ഇതിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനിയുള്ള എക്സാമുകൾ റെക്ടിഫൈ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു സങ്കടമുള്ളൊരു അവസ്ഥ തന്നെയാണ്. റാങ്ക് ലിസ്റ്റിൽ വന്നു, ആളുകൾ ചോദിക്കും, നമ്മളെ കുടുംബക്കാരും ഫ്രണ്ട്സും ഒക്കെ ചോദിക്കും, ലിസ്റ്റിൽ വന്നില്ലേ, ജോലിയായില്ലേ. അതുപോലെ നമുക്കും, നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഒരു ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നത്, ഒരു എഫേർട്ട് ഇടാണ്ട് ആരും വരില്ല. അപ്പോൾ ആ ലിസ്റ്റിൽ വന്നിട്ടും ജോലി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു, അതിൽ നമ്മൾ ഓവർകം ചെയ്ത് വരിക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെയാണ്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും, എന്നെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ പതുക്കെ അതിനെ ഓവർകം ചെയ്യുകയാണ്. അതും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഞാൻ. ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ആർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ചെയ്യുന്ന ചെറിയ മണ്ടത്തരങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ മെയിൻ ലിസ്റ്റിൽ നിന്ന് സപ്ലിയിലായി പോകാനോ അല്ലെങ്കിൽ ലിസ്റ്റിലേ ഉൾപ്പെടാൻ പറ്റാതിരിക്കാനോ ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. സോ ഈ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ സെക്രട്ടറി ലിസ്റ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുൻകാല റാങ്ക് ലിസ്റ്റുകൾ എടുത്ത് നോക്കുക. നിങ്ങളെ മാർക്ക് എവിടെ വരണം, എവിടെയൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ഇതിൽ വരാൻ പോകുന്ന നെഗറ്റീവ്സ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതിനൊക്കെ നിങ്ങളെങ്ങനെ ഓവർകം ചെയ്യും. ഓക്കെ, ഇതിനെപ്പറ്റി ആദ്യമേ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിലൂടെ എൻ്റെ ഈ ഒരു അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ റാങ്ക് ലിസ്റ്റിൽ വന്ന് കിടന്നിട്ട് ഒരു കാര്യവുമില്ല. ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ മുന്നോട്ട് പോവുക. അപ്പോൾ സെക്രട്ടറി അസിസ്റ്റന്റിനോ കേസിനോ പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പോട്ടെ. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ ഞാൻ കണ്ടന്റുകളൊന്നും അധികം ഇടുന്നില്ല. കണ്ടന്റ് വളരെ എൻറിച്ച്ഡ് ആണ്. ടെലഗ്രാമിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പഠിക്കാവുന്ന മെറ്റീരിയലൊക്കെ ഉണ്ട്. പക്ഷെ നല്ല സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ ഞാൻ ഷെയർ ചെയ്തു തരാം. എൻ്റെ കിട്ടുന്ന ചുരുങ്ങിയ സമയം ആ രീതിയിൽ ഞാൻ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പോട്ടെ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് പോകട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.